ഹലോ ഗൈസ്, അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയാലോ. അപ്പോൾ സോയ ചങ്ക്സ് കഴുകി അടുപ്പിൽ കയറ്റാം. അത് ഒന്ന് തിളച്ച് ഈ സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അതേ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തത് മല്ലിപ്പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. അതിനുശേഷം കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് നമ്മൾ 2 സ്പൂൺ എണ്ണയെ ചേർക്കാവുള്ളൂ, പിന്നെ 1 സ്പൂൺ വെള്ളം. അപ്പോൾ ഇതിലൊന്നും ഞാൻ കാണിക്കുന്ന ആ ഒരു സ്റ്റേജ് എത്തിയില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരിക്കലും 2 സ്പൂൺ എണ്ണയെ ആഡ് ചെയ്യാവുള്ളൂ, ഒരിക്കലും 2 സ്പൂണിന് മുകളിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇതെന്ന് വെച്ചാൽ ആ സോയ ബീൻസിൽ ആ എണ്ണ അകത്തോട്ട് കയറി പിന്നെ ഒരു എണ്ണമയമായി പോകും. അതുകൊണ്ട് 2 സ്പൂൺ എണ്ണ മതി. എന്നിട്ടായില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 സ്പൂൺ എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ആ സോയാബീൻസ് ഇട്ടിട്ട് നന്നായിട്ട് അതിൽ സ്പ്രെഡ് ആവണം കേട്ടോ. അതിൽ നല്ല ആ മസാലയൊക്കെ പിടിച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ആ മസാല ഇരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് മാഗ്നേഷനിൽ വെക്കണം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി താളിക്കുന്ന പാത്രം വെച്ച് കടുക്, പിന്നെ ഒരു 2 കരിവേപ്പില. ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ആ സ്ഥലം നീറ്റാക്കി വയ്ക്കണം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, എൻ്റെ പേര് ബാട്ട്മാസ് ചില്ലി ഫ്രൈ എന്നാണ് കേട്ടോ. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ.